പലപ്പോഴും പൊതുവെ വീട്ടമ്മമാർ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച ആളുകളാണ് കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു നിരാശയുടെ ഒരു സ്വരം വരും അവർക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു നിശ്വാസമൊക്കെ വരും. കാരണം ഞാൻ നന്നായി പഠിക്കുമായിരുന്നു പഠിച്ച കാലത്ത്. ഞാൻ പഴയ പോസ്റ്റ് ഗ്രാജുവേഷനാണ്, അന്ന് ഞാൻ MCOM പാസ്സായതാണ്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് പിന്നെ ഒരു ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞു, പിള്ളേരൊക്കെ പഠിച്ചു, അവരവരുടെ കാര്യം നോക്കി പോയി. അവസാനം വന്നപ്പോൾ ഞാനൊരു ബിഗ് സീറോ ആയി മാറി. ഞാനിപ്പോൾ മക്കളെ ആശ്രയിച്ച് ജീവിക്കുകയാണ്, എന്തിനും അവരോട് ചോദിക്കണം. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കഴിവുകളൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന വീട്ടമ്മമാരെ ഒരുപാട് പേരെ ഞാൻ നേരിട്ട് നിരന്തരം കാണുന്നുണ്ട്. കാരണം ഞാനൊരു നെറ്റ്വർക്കർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വീട്ടമ്മ 20 വർഷമോ 25 വർഷമോ 30 വർഷമോ വീട് മാത്രം നോക്കി ജീവിച്ചൊരു വീട്ടമ്മയാണെന്നിരിക്കട്ടെ, അവിടെ നിന്നും നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അസാധ്യമായ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ അസാധ്യമായ ഒരു മണി മാനേജ്മെൻറ്റ് സ്കില്ല് കിടപ്പുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ മണി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പല കാര്യങ്ങളും അറിയാം. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ പലതും നിങ്ങളുടെ ജീവിതം സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കാനോ കണ്ടെത്താനോ തയ്യാറാകാത്തതാണ് പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുക. ഞാൻ ഇങ്ങനെയായിരുന്നു, ഇത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ വീട് മാത്രം നോക്കി, മക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി വീട്ടിലിരുന്നൊരു വീട്ടമ്മയാണ്, പക്ഷേ എനിക്കിനി എന്തെങ്കിലും ആവണം. അപ്പോൾ നിങ്ങൾക്ക് പതിയെ അവരുടെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, ഇന്നത്തെ കാലത്തെ ഓപ്പർച്യൂണിറ്റീസ് പിടിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാലം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് സാധിക്കും. ആ അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. താങ്ക് യു സോ മച്ച്.